ബാത്റൂം, കന്നിമൂലയിൽ ബാത്റൂം, അതേപോലെ തന്നെ ബാത്റൂമിന്റെ കുഴി, അതുപോലെ തന്നെ വേസ്റ്റ് വെള്ളത്തിന്റെ കുഴി, ഇങ്ങനെ സംഗതികളൊക്കെ ഉണ്ടായാൽ വീട്ടിലുള്ള ഭാര്യമാർക്ക്, സ്ത്രീകൾക്ക് അത് സംബന്ധമായി വലിയ വിഷയങ്ങളുണ്ടാവും. ചില സ്ഥലത്തിൽ വിഷയങ്ങളൊന്നുമില്ല, ചില സ്ഥലത്തിലോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളാവട്ടെ അവരൊരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചൊറിച്ചിലും അതുപോലെ തന്നെ കാലുവേദനയും കയ്യുവേദനയും തലവേദനയും ഒക്കെ പറഞ്ഞ് അവിടെ പോയിട്ടൊക്കെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഒന്നും ഒരു സുഖം കിട്ടിയിട്ടില്ല. അങ്ങനെ വന്ന സമയത്തിൽ അവസാനമായി ഒരു ആശാരിയെ കൊണ്ടുവന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാസ്തുശാസ്ത്ര പ്രകാരം ഇവിടെ എന്ത് പാടില്ല, ബാത്റൂം പാടില്ല, ഇത് പൊളിച്ചൊഴിവാക്കണം, അല്ലെങ്കിൽ ആ ബാത്റൂം മാറ്റണം. ആ ബാത്റൂം മാറ്റിയതിന് ശേഷം ആ ആളുടെ രോഗം മാറിയ ഒരുപാട് കഥകളുണ്ട്. ആശാരി ഞങ്ങളുടെ വിശ്വാസപ്രകാരം, എങ്ങനെ ആശാരിയ മുസ്ലിമാണ്, അയാളെ വിശ്വാസപ്രകാരം ബഷീറിന്റെ പൊരന്റെ അടുക്കളയും ടോയ്ലറ്റും പൊളിച്ചു മാറ്റണം. അപ്പൊ എന്താ പ്രൊമോട്ട് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ കന്നിമൂല പച്ചയായ കുഫറാണ്, മതനിഷേധത്തിന്റെ വിശ്വാസമാണ്. ഹൈന്ദവർ ദൈവമായി കാണുന്ന ശിവൻ, ആ ശിവന്റെ നെറ്റിയിൽ നിന്ന് ഏതാനും തുള്ളി വിയർപ്പുകൾ ഉറ്റി വീണു. ആ വിയർപ്പ് തുള്ളിയിൽ നിന്ന് ഒരു വലിയ രൂപം സൃഷ്ടിക്കപ്പെട്ടു. ആ രൂപത്തിന്റെ പേരാണ് വാസ്തുദേവൻ. അങ്ങനെ ഈ വാസുദേവൻ സൃഷ്ടിക്കപ്പെട്ട് വലിയ രൂപമാണ്. ഈ വാസുദേവനെ ഒതുക്കാൻ ഒരു നിർവാഹവുമില്ലാതെ കുടുങ്ങി. അങ്ങനെ അവസാനം വാസുദേവന് ആളുകൾ വസിക്കുന്ന സ്ഥലത്തിന്റെ എല്ലാ അധികാരങ്ങളും അവന് കൊടുത്തു. അത് തൃപ്തിപ്പെട്ട് അവൻ മയങ്ങിക്കിടക്കണം, ഉറങ്ങിക്കിടക്കണം. തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് തലവെച്ചുകൊണ്ട് അവൻ കിടക്കുന്നതാണ്. അതാണ് ആ മൂലയ്ക്ക് കന്നിമൂല എന്ന് പേര്.